നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് നെയ്മർ അല്ലാതെ മറ്റാരുണ്ട് ബ്രസീലിയൻ ഫുട്ബോളിൽ? അങ്ങനെ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് വേൾഡ് കപ്പ് നേടാൻ പറ്റില്ല. 2026 വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണ് ബ്രസീലിയൻ ഇതിഹാസം കഫു. 2002 ബ്രസീൽ കിരീടം ചൂടുമ്പോൾ നായകൻ അദ്ദേഹമായിരുന്നു. ആ കഫു ആണ് പറയുന്നത്, നെയ്മർ അല്ലാതെ മറ്റാരാണ് കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് ബ്രസീലിയൻ ഫുട്ബോളിൽ ഉള്ളത് എന്ന്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ESPN ബ്രസീൽ അത് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, നമ്മളൊരു സിംഗിൾ പ്ലെയറെ കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെയ്മർ നമ്മുടെ ഗ്രേറ്റസ്റ്റ് പ്ലെയർ, നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഐഡൽ. തീർച്ചയായിട്ടും എല്ലാ പ്രോബ്ലങ്ങളും വരുമ്പോൾ സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ എന്ന രൂപത്തിൽ നമ്മൾ നെയ്മർ ഉപയോഗിക്കുന്നു. എന്നോട് പറയൂ ടെൽ മീ, നെയ്മർ അല്ലാതെ മറ്റാരാണ് ഇന്ന് നമുക്കൊരു ഐഡൽ ആയിട്ടുള്ളത്? ആബ്സല്യൂട്ട് വേൾഡ് വൈഡ് ആയിട്ട് നിങ്ങൾ എടുത്തോ, മറ്റാര് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും? നെയ്മർ അല്ലാതെ മറ്റൊരാൾ ബ്രസീലിയൻ ഫുട്ബോളിന്റെ ഐഡൽ ആയിട്ട് ഇപ്പോഴും ഉണ്ടോ? നെയ്മറാണ് നമ്മുടെ അവസാനത്തെ ഏറ്റവും മികച്ച താരമായിട്ട് വളർന്നു വന്നയാൾ. കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് നമ്മൾ നെയ്മർ എന്ത് ചെയ്യുന്നുവോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മളൊരു സിംഗിൾ പ്ലെയറെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വേൾഡ് കപ്പിൽ വിജയിക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് ഇമ്പോസിബിൾ ആണ്. നിങ്ങൾക്ക് ഒരേ ഒരു പ്ലെയറെ മാത്രം വെച്ചുകൊണ്ട്, അയാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും വേൾഡ് കപ്പ് വിജയിക്കാൻ പറ്റില്ല. തുറന്നടിച്ച് പറയുകയാണ് കാഫു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.